ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കുത്തിക്കയറ്റും. ഇത്ര സാധനം വേണം 4 കിലോ ഓടായി. കുതിര കുതിക്കുന്നത് പോലെ കുതിച്ചോണ്ടിരുന്നതാ. ഓട്ടത്തിനിടയ്ക്ക് പൂച്ച പമ്മുന്ന പോലെ അങ്ങ് പമ്മുവായി. പീരിയെല്ലാം കൂടി പെടഞ്ഞിങ്ങനെ കിടക്കുക. ഇങ്ങനെ പെടഞ്ഞ് ഞാൻ 12 എണ്ണമേ എടുത്തുള്ളൂ. അതുകൊണ്ട് അന്ന് തുടങ്ങിയതായി. മോണവേദന മോണവേദന ഇന്ന് രാവിലെ മോണവേദന. ഒരുത്തി എന്റെ പെണ്ണുമ്പുള ഒരുത്തി എന്റെ മോണക്കിട്ടു കുത്തി. മൂത്ത മോള് സിബിയ, അവൾ പറയുന്ന ഏതോ ലിബിയ. എന്താ പാട്ട് പഠിക്കാതിരിക്കുക? എടാ ഒരു പാലിന് ചേടാ. എന്തോടാ ഇതൊന്നും എടുക്കാവും. നീ എന്തിനാണ് ഇതിനകത്ത് കൊണ്ട് കേൾക്കുന്നേ? 8-10 നോക്കിയത് 8ന്റെ പണി എപ്പി. അത് പറഞ്ഞു ഊരിയാ മതി, ബാക്കി അവിടെ കിടക്കട്ടെ. ഇതെന്താണ് സാധനം? ഏതോ ഇതോ? ഇത് പാസോ? നിന്നോടാ? എന്നോടോ? ആശാൻ ഇട്ട് കൊടുക്കാൻ ഒരു പാസ്. സത്യം ആശ ഇല്ലല്ലോ, അതാ വന്നില്ല. എനിക്കറിയാം സാധനം. ഇതെന്താ അറിയോ? കാർപ്പറ്റ് അല്ലടാ, ഇത് റേഡിയേഷൻ. ഇതാ റേഡിയേഷൻ, അതാ കാർപ്പറ്റ്. സത്യം പറയാൻ നമുക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ടാ ആശാൻ ഒരു സ്പാൻഡർ പോലും നമ്മളെ കൊണ്ട് പിടിപ്പിക്കാത്ത. സത്യമാ. ഈ ആശാൻ എവിടെ പോയെന്നാ പറഞ്ഞ? ലക്ഷദ്വീപം കാണാനോ? ലക്ഷദ്വീപം അല്ല, ലക്ഷദ്വീപ്. കടലിൽ നടക്കുന്ന സ്ഥലമില്ലയോ? അതാ ലക്ഷദ്വീപ്. നമ്മളെ കൊണ്ടുപോകുന്നത്. ചൂടുണ്ടോ? വന്നിരുന്നപ്പോ പോലും എനിക്ക് ഭയങ്കര ചൂടുണ്ടോ? നല്ല ചൂടാ. സംഭവം എന്തോന്നറിയാമോ? ഇല്ല. പോൾസം പാസിക്ക് വിള്ളല് വീണം. പോൾസം പാസി അല്ല, ഓസോൺ പാളി. അങ്ങനെ പറയാം. അത് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പള്ളിയിൽ ഇന്നലെ എന്തോ വഴക്കാരെന്ന് പറഞ്ഞു. നീ അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞു. ഒന്നും പറയണ്ട. നമ്മുടെ ജോസച്ചായന്റെ ഇളയ ചെറുക്കനുണ്ടല്ലോ, എനിക്കറിയാം. അവൻ പള്ളിയുടെ വരാന്ത ഇരുന്നിട്ട് പാപ്പൻ തിന്നുക. ഈ പാപ്പൻ തിന്നോണ്ടിരുന്ന ഈ ചെറുക്കൻ അച്ഛന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു കല്ലെടുത്ത് നമ്മുടെ രവിയണ്ണന്റെ വണ്ടിയുടെ ചില്ലൊരൊറ്റ ഏറല്ലായിരുന്നു. ഈ ചെറുപ്പയ്യനോ? ഈ പയ്യൻ അതിനെ വണ്ടി കിട്ടറിഞ്ഞു. അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു, പാപം ചെയ്തവർ കല്ലെറിയട്ടെ എന്ന്. ഇവൻ കേട്ടത് പാപ്പം തിന്നവർ കല്ലെറിയട്ടെ എന്ന്. എന്നാ ബഹളം വന്നറിയാമായിരുന്നു. ഇതൊക്കെ അതിലേ നമുക്കേ ബോണസ് പൊക്കിയാലോ? ബോണസ് ഓണം ഓട്ടെ. അതിനുള്ള ഈ സാധനം ഇതോ? ബോണറ്റോ? ഇതൊന്ന് കളത്തി നോക്കാം. വെറുതെ ഇരിക്കണ ചെയ് നല്ല അത് കണ്ടാലേ ഇത് ഇവിടെ നൂറ് വരത്തില്ല. രസമുണ്ട്. വേണ്ട. നീ ഇത് കണ്ടോ? ഇതിനകത്തോട്ട് നോക്കി. നമ്മൾ ഈ അടുക്കള പാത്രമൊക്കെ കഴുകി കമത്തി വെക്കത്തില്ലയോ? അതുപോലെ ഇരിക്കുന്നു. ഇതൊന്നും നമ്മൾ ആശാൻ കാണിക്കത്തില്ല. ഇതെന്തോന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കുത്തിക്കയറ്റും. ഇത്ര സാധനം വേണം 4 കിലോ ഓടായി. ഇത് സത്യത്തിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ല ഇതിനകത്ത് അങ്ങനെ കൊള്ളിച്ചിട്ട് ഇത്ര. അയ്യോ സത്യം, അടിക്കി കണ്ടോ? അതിശയം വരും കേട്ടോ. ഏറ് ചെക്കിയാണോ? ചെക്ക് ചെയ്തോ? പൊക്കി രവിയായിരുന്നു. ഇവനെ ഭയങ്കര ഏറാണല്ലോ. ജനലിന്റെ ഗ്ലാസ് പൊട്ടിച്ചു, ഹോസ്പിറ്റൽസും പൊട്ടിച്ചു. നീ ഏത് ഏറ് ചെക്ക് ചെയ്യുന്ന പറഞ്ഞു? ഞങ്ങളവിടെ ഇന്നലെ എറിഞ്ഞ കാര്യമില്ല, ഏറിന്റെ കാര്യം. അതിന്റെ അല്ല, വണ്ടിയുടെ ഏറ് ചെക്ക് ചെയ്തായിരുന്നോ? വണ്ടിയുടെയോ? അത് ചെയ്ത് നോക്ക്. ഇതാ ചിലപ്പോ ഇത് സ്റ്റാർട്ട് ആകത്ത എന്തോന്നറിയോ? ഗിയർ കുറവായിരിക്കും. കാറ്റില്ലാത്തോണ്ടോ? എനിക്ക് തോന്നുന്നു കാറ്റില്ലാത്തോണ്ടായിരിക്കും. കാറ്റടിച്ചാലും ആശാൻ വന്നിട്ട് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ചീത്തോളി കേൾക്കും. നമുക്കിതെല്ലാം നടിച്ച് താത്തു വെച്ചാൽ. ഇന്നലെ മദ്യം നീ കഴിച്ചോണ്ടിരുന്നില്ലേ? അത് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. എടാ നല്ല സാധനമല്ലേ, നമ്മൾ തീരെ അടിക്കുന്ന സാധനമല്ലേ അത്. അതല്ല, നീ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചത് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അത് പിടിച്ചില്ലെന്നോ? അത് നീ പിടിക്കണ്ട. നീ അടിച്ച സാധനം എനിക്കും പിടിച്ചില്ലല്ലോ. നിന്റെ വായിലെന്തുവാ? നെല്ലിക്ക. നീ എപ്പോ ഇട്ട വായില്? കുറച്ചേരായി. നീ എനിക്ക് തരുമോ? എന്തിന്? നീ കേട്ടിട്ടില്ലയോ? ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ഇപ്പൊ നീ കയ്പല്ല, നീ കഴിച്ചാണ്. നീ എന്റെ വൈകിട്ട് മധുരി ഇനി തരുമോ? പിന്നെ അതിനെനിക്കില്ലാണ്. നിന്റെ പണി നോക്കി, ഇപ്പഴാ ഒരു മധുരം ആയതായി. ഇത് കഴിഞ്ഞു തരും. ഇത് നമുക്ക് കുറച്ച് അഴിച്ചങ്ങ് താക്കാം. ഏതാ ഇത്? നീ ഇത് പണിയോ? ഞാൻ ഇതിനകത്ത് പണിയാ. ഓടാ, ഇത് എനിക്ക് രസമുണ്ട് ഇത് കാണാൻ. നീ ഇതിനകത്ത് നോക്കി. അയാൾ വരുമ്പോ മലയാളി വരുമ്പോ നോക്കിയാലോ? നീ നോക്ക്. ഇവിടെ നല്ല സാധനം. ഇത് പട്ടിയല്ല, ഏതോ ഒരു സാറ് വരുന്നു. സാറോ? ഇതിന് കുറച്ചുണ്ട്. എന്തോ സാറേ? നമസ്കാരം. ആശാനില്ലേ? ആശാൻ വന്നില്ല. മറ്റേ ദീപോ അല്ല, ലക്ഷദ്വീപ്. പണി പഠിച്ചോണ്ടിരിക്കുവല്ലേ? ഒരു പരിവാക്കി വെച്ചേക്കുവാ. എന്നെ മനസ്സിലായില്ലേ? അല്ല മനസ്സിലായില്ല, അതാ ചോദിച്ചു. ഞാനാണ് മൃഗ ഡോക്ടർ. അത് ശരി. കഴുതപ്പുറമിൽ ദിവാകരൻ. കഴുതപ്പുറത്ത് ആരാന്നാ പറഞ്ഞേ?
കഴുതപ്പുറത്തല്ല, കഴുതപ്പറമ്പിൽ ദിവാകരൻ. എഴുതപ്പറമ്പിൽ ദിവാകരൻ. അപ്പൊ എന്റെ വണ്ടി നിങ്ങൾ പെട്ടെന്ന് ശരിയാക്കി തരുമെന്ന് പറഞ്ഞായിരുന്നു അവൻ. ശരിയാക്കി തരാം, പെട്ടെന്ന് ശരിയാക്കി തരാം, പെട്ടെന്ന് റെഡിയാക്കി തരാം. ആശാൻ വരുന്ന ആവശ്യമുള്ളൂ. ഞങ്ങൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പണിക്കാരെ ഇങ്ങോട്ടൊന്ന് മാറി. ഇനി മാറും. ഇതിന്റെ പ്രശ്നം എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, ആശാനോട് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞില്ല എന്തോ ചെയ്യണം. കുതിര കുതിക്കുന്നത് പോലെ കുതിച്ചോണ്ടിരുന്നതാ. ഓട്ടത്തിനിടയ്ക്ക് പൂച്ച പമ്മുന്ന പോലെ അങ്ങ് പമ്മുവായി. എന്നിട്ട് എന്തുവാ, ഈ വീലുണ്ടല്ലോ, ചില പാമ്പ് പൊളഞ്ഞ് റോഡിൽ കൂടെ പോകുന്നതിൻ്റെ കൂട്ടാ ഇവൻ്റെ പോക്ക്. അതിനാ ഞാൻ പറഞ്ഞത് ഇത് പെട്ടെന്നൊന്ന് ശരിയാക്കി തരണം. പിന്നെ ഈ ബോണറ്റ് തുറക്കുമ്പോൾ ചില വേഴാമ്പല് വാ തുറന്നിരിക്കും, എനിക്കതങ്ങോട്ട് പിടിക്കുന്നില്ല. മഴവെള്ളം എടുത്ത് ഒഴിച്ചാൽ മതിയല്ലോ, മാറുമല്ലോ. ആ, ചിലവർ വെള്ളം കോരി ഒഴിക്കുന്ന കാണാൻ ഞാനങ്ങനെ ചെയ്യാറുമില്ല. മൃഗഡോക്ടർ സാറേ, എന്റെ വീട്ടിലൊരു പട്ടി കേടായി കിടപ്പുണ്ട്. കേടായി കിടക്കും പട്ടി, വയ്യാതെ കിടക്കും. അതിനൊന്ന് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്താൽ മതി. പല്ലേ കുത്തിയാൽ മതി. അല്ലെന്താ, ഒരു കാര്യം ചെയ്യാം. നാളെ ഒരു 5 മണിയാകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കാണും, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. പട്ടിയെ കൊണ്ട്? ആ, ഒരുപാട് കേസ് കെട്ടുകളുണ്ട്. പട്ടിയെ കൊണ്ട് നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? അഡ്മിറ്റ് ആക്കോ? പട്ടിയെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യണം. ചെയ്യാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഇതിന് മൃഗങ്ങളൊക്കെ കടത്തി ചികിത്സയുണ്ടോ? കിടത്തി ചികിത്സയുണ്ടോന്ന് ഇന്നലെ ഒരു ആന ഡിസ്ചാർജ് ആയി പോയത്. എന്തുവാടേ, അവിടെ നമ്മൾ ഉടനെ അതിന് മരുന്ന് കുത്തി വെച്ച് അങ്ങ് പറഞ്ഞു വിടത്തേ ഉള്ളൂ, അല്ലാതെ അവിടെ നമ്മൾ പിടിച്ചിരുത്തത്തില്ല. ഞാൻ പട്ടിയെ കൊണ്ട് പോയതാ. എന്നോട് പറഞ്ഞെന്താ പറയാ, ഞാൻ പോയായിരുന്നു. പറഞ്ഞ ട്രിപ്പ് വെക്കാൻ പറഞ്ഞു. പട്ടി അപ്പൊ ഞാനും പട്ടിയും കൂടെ കൂടി മൂന്നാറൊന്ന് പോയി. അപ്പോൾ തിരിച്ചു വന്നിട്ടും പട്ടിക്ക് ഇതുവരെ ഒരു കുറവില്ല. പട്ടി അവിടെ തന്നെ കിടക്കും. അങ്ങനെ ചെയ്ത അസുഖം മാറുമോ? എടോ, പട്ടിക്ക് ട്രിപ്പ് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കുത്തിയിടത്തില്ലേ, ക്ഷീണം തീരാനുള്ള മരുന്ന് ഗ്ലൂക്കോസ് കുത്തിയിടുമല്ലോ, അത് കുത്തിയിടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്ന് ഞാനും പട്ടിയും കൂടെ വെറുതെ വണ്ടി വിളിച്ചു. ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വണ്ടിയുടെ പണിയോടെ നടക്കട്ടെ. എനിക്ക് തിരുവനന്തപുരം മൃഗശാല വരെ ഒന്ന് പോകണം വൈകിട്ട് തന്നെ പെട്ടെന്ന്. എന്താ സാറേ? അവിടെ ഒരു 1.5 മാസമായിട്ട് ഒരു മയില് പീരി വിളിച്ച് അങ്ങോട്ട് ആടുന്നില്ല. എന്താ പറ്റിയത്? പീരി എല്ലാം കൂടി പെടഞ്ഞ് ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ പണഞ്ഞ്. സംഭവിക്കൂ? മയില് വാക്കില്ലാതെ ആടിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്ന അതെല്ലാം മൊത്തം നോക്കണം ഇല്ലേ? അതെല്ലാം ഞാൻ ചെന്നിരുന്ന് കുത്തിയിരുന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കണം. അത് ശരി. എന്നിട്ട് വെള്ളം ഇറ്റിട്ട് ചുണ്ടിനകത്തോട്ടിട്ട് കൊടുക്കുകയും വേണം. മയില് വർത്താനം പറയൂ. എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം പറയിപ്പിക്കരുത്. ഞാൻ നല്ല വർത്തമാനം ഞാൻ പറയും. അതല്ലേ ഇടം മയില് വർത്തമാനം പറയോ കുയില് വർത്തമാനം പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ച മയില് വർത്താനം പറയുന്നു. ചില മയിലുകൾ പറയും കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയും. അതാ കൊച്ചുമയില് വലിയ വർത്താനമല്ല, കൊച്ചുവായിൽ വലിയ വർത്താനം പറയും. അതാ ഞാനും ഉദ്ദേശിച്ചത്. നിങ്ങൾ പെട്ടെന്ന് വണ്ടി റെഡിയാക്കണം. തന്നെയല്ല, എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വേറൊരു കോൾ വന്നിട്ടുണ്ട്. ഉണ്ടോ? തിരുവനന്തപുരത്ത് കിഴക്കുന്ന പെയ്യോ? അത് എടാ, പെയ്യുന്ന മഴക്കോളിന്റെ കാര്യമല്ല. ഒരാൾ ഫോൺ വിളിച്ച് സോമന്റെ ഒരു പട്ടി 2-3 ദിവസമായിട്ട് അപ്പി ഇടുന്നില്ല. എന്തോ അപ്പി എന്നല്ല, അപ്പി ഇടുന്നില്ലെന്ന്. നീ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? അല്ല, സാറിന് എന്തിനാ സോമന്റെ വീട്ടിലെ പട്ടിയുടെ അപ്പി? എടാ, എനിക്ക് തരാൻ അവർ വെക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തത് മനസ്സിലായോ? എന്തെങ്കിലും വളവോ വല്ലതായിരിക്കുമെന്ന്. പണിയോട് നടക്കട്ടെ പണി. ഈ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞപ്പോഴാ, കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഞാൻ ഈ തിരുവനന്തപുരത്ത് ബസ് കയറി വന്നില്ല. ഞാനും കണ്ടക്ടറോട് മമ്മി എന്താ വഴക്കായിരുന്നു അറിയാമോ? സ്റ്റാൻഡിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. ഈ തിരുവനന്തപുരത്തോ? ഞാൻ പറഞ്ഞത് ഏതാ സ്റ്റാൻഡ്? പുള്ളിക്കാരൻ തമ്പാനൂർ സ്റ്റാൻഡാണ്. അതെങ്ങനെ കേക്കട്ടെ സാർ, അങ്ങോട്ട് മാറി നിന്ന് കുറയ്ക്കാവോ? ഇതെങ്ങനെ പറ്റിയത് ഈ സംഭവം? ഇത് എന്നെ ഒരു പട്ടി കടിച്ചാ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു എത്ര ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ? അറിയാവോ? എനിക്കറിയാം. 13 ഇഞ്ചക്ഷൻ എടുക്കണോ ഇവിടെ. ഞാൻ 12 എണ്ണമേ എടുത്തുള്ളൂ. അതുകൊണ്ട് അന്ന് തുടങ്ങിയതാ ഇത്. നിങ്ങൾ പറഞ്ഞു. സാറിന്റെ ആന കുത്തായിരുന്ന കാര്യമായി. ചുമക്കുമ്പോ ആന അടർന്നിട്ട് വിട്ട് ചുമച്ചാനെ. എടാ, നീ തിരുവനന്തപുരത്ത് പോയിട്ട് എന്തോ പുള്ളിക്കാരൻ ഞാൻ ചോദിച്ചത് ഏതാ സ്റ്റാൻഡെന്ന്. അപ്പൊ പുള്ളിക്കാരൻ കൂടെ തമ്പാനൂരാ സ്റ്റാൻഡെന്ന്. ഞാൻ തിരുവനന്തപുരത്ത് ടിക്കറ്റ് എടുത്തേക്കില്ല. ഞാൻ ഇറങ്ങുമോ? നിനക്ക് അതിന്റെ ആവശ്യം ഇല്ല, ഞാൻ ഇറങ്ങത്തില്ല. എന്റെ തന്തയാരാ? ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? എന്റെ തന്തയാരാ? രവിയല്ലയോ? അപ്പൊ രവിയുടെ മോനല്ലയോ ഞാൻ? എനിക്ക് വാശി കാണത്തില്ലയോ? കാണും. ഞാൻ ഇറങ്ങിയില്ല. ഞാൻ തിരിച്ചു ആ വർഷത്തെ നാട്ടിൽ പോയി. വീട്ടിൽ പോയോ? അങ്ങനെ ഒപ്പിക്കുന്ന പരിപാടി അത് കൊള്ളത്തില്ലല്ലോ. എടാ, പൂച്ചയല്ല. അത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വണ്ടിയുടെ ഇടയ്ക്ക് പൂച്ചയും പട്ടിയൊക്കെ കയറി കിടക്കുമല്ലോ. അപ്പൊ അതിന് പ്രത്യേകം ഞാനൊന്ന് നോട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോന്നോളൂ. പണി നടക്കട്ടെ. പാമ്പിനൊക്കെ ചികിത്സിക്കാൻ പോവോ? പാമ്പിനെ മൃഗശാലയിൽ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു പാമ്പിനെ ചികിത്സിക്കാൻ പോകും. നമ്മുടെ രാജവമ്പാലയില്ലേ, നമ്മുടെ അല്ല, അവിടെ മൃഗശാലയിലുള്ളതാ. ഇവന് ആൾക്കാരെ കാണുമ്പോൾ കുറെ നാളും കൊണ്ട് ഇങ്ങനെ ചീറ്റി ഇവന്റെ വിഷമല്ലോ അങ്ങ് തീർന്നു പോയി. അങ്ങനെ തീരുമോ? വിഷം തീരും. വിഷം തീർന്നാ ചീറ്റില്ലയോടാ പരിപാടി. പാമ്പിന്റെ കാര്യം ചീറ്റിന്നല്ല, വിഷം തീർന്ന് ഇവൻ ഒരു 3-3.5 മാസമായിട്ട് ഒന്നും കഴിക്കുന്നുമില്ല, ഇരയെടുക്കുന്നില്ല. അയ്യോ, എടുക്കാതിരുന്നപ്പോ ഇനിയിപ്പോ നമ്മൾ ഒന്നേന്ന് വിഷം നിറയ്ക്കണം. ചൂണ്ടിടാൻ പോകുന്നുണ്ടോ? എന്തിന്?
പിന്നെ ഇര എടുക്കുന്നത് ഇവിടെ അങ്ങനെ ഇരയെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇത് എത്ര നാളായി ഇവിടെ ജോലിക്ക് നിന്നിട്ട് ഇയാള്? വന്നതേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച. ആ, അതിന്റെ ഗുണമുണ്ട്. ആ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളിത് ഈ വിഷം കൊണ്ടുവന്ന് കൈ എടുത്ത് അതിന്റെ അകത്ത് വെക്കല്ലേ, പണി സമയം ഇത് അടക്കി. അത് ചുമ്മാ അടയ്ക്കരുത് കേട്ടോ, വണ്ടി സൂക്ഷിച്ച് അടയ്ക്കണം. പിന്നെ നമ്മൾ ഈ വിഷം ഇങ്ങനെ നിറച്ചോണ്ടിരിക്കും. ഈ വിഷം നിറയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് കൊത്തു കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകത്തില്ല. എനിക്ക് ഏകത്തില്ല. അതെന്താ? എനിക്ക് ഒരു മിനിറ്റ്. അതിനെക്കാട്ടി വലിയ വിഷമായിട്ട്. പെരുമ്പാമ്പിന്റെ കാര്യം പറഞ്ഞു വന്നേ. പാലം പാമ്പിന്റെ കാര്യം പറഞ്ഞോ. ഇനി വന്ന് ഞാൻ ഒരു കഥ പറഞ്ഞു വന്ന് ഇവിടെ ഇരുന്നീ പറ. ഉണ്ടോ? അളിയനുണ്ടോ? ഉണ്ടോ? നിനക്കറിയത്തില്ല ഫോറസ്റ്റ് ജോലി ചെയ്യുന്ന അളിയൻ? ആ, എനിക്കറിയാം. അളിയൻ ഇതുപോലെ ഫോറസ്റ്റ് ജോലി ചെയ്തോണ്ടിരുന്നപ്പം പെട്ടെന്ന് അളിയനെ കാണാതായി. എല്ലാരും പോയി എവിടെ പോയി എല്ലാരും പോയി നോക്കാൻ നേരത്തെ അളിയനെ ഒരു പെരുമ്പാമ്പ് എടുത്ത് അങ്ങ് വിഴുങ്ങി. സത്യം. പിന്നെ എല്ലാവരും പെരുമ്പാമ്പിനെ പൊക്കിയെടുത്ത് ലോറിയുടെ പുറകിലിട്ട് ഈ ഡ്രൈവർ നേരെ പെരുമ്പാവൂരിലേക്ക്. പുള്ളിക്കാരൻ പറയുന്നത് ലോഡ് കയറ്റി കഴിഞ്ഞാൽ നേരെ വണ്ടി പെരുമ്പാവൂരിലേക്ക് പോകത്തുള്ളത്. അവിടെ ഞങ്ങൾ നേരെ കളമശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറാണെങ്കിൽ വയറ് കീറി മാമനെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ എന്തുവാ, പെരുമ്പാമ്പുകൾ നേരെ വന്ന് കിടക്കുക. അവരുടെ കുടുംബത്തിൽ കിടക്കുന്ന ആദ്യത്തെ സിസേറിയൻ ആവുകൊണ്ട് ബന്ധുക്കാരെല്ലാം വന്നതാണ്. എന്തോ പറയാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കും. അതായത് വയനാട്ടിലായിരുന്നു എനിക്ക് ഒരു 32 വർഷം വയനാട്ടിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡോക്ടറായിട്ട്. വയനാട്ടിലല്ലല്ലോ ഊട്ടി. ഊട്ടി വയനാട്ടിലല്ല. ഡ്യൂട്ടിയാ. അപ്പോൾ അവിടെ നിന്ന സമയത്ത് ഇതുപോലെ ഒരു പെരുമ്പാമ്പിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു, സിസേറിനായിരുന്നു. കുഞ്ഞിനെ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കുറേ പെരുമ്പാമ്പുകൾ വന്ന് അവിടെ പട്ടി വിരിച്ച് നിന്നു. പട്ടി വിരിച്ച് നിന്നു, മൈ മിസ്റ്റേക്ക്. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് നമ്മൾ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു, കാര്യങ്ങൾ പറഞ്ഞു, പാമ്പ് അതിൻ്റെ വഴിക്ക് പോയി. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. എനിക്ക് എനിക്കൊരു കോൾ വരുന്നുണ്ട്, എനിക്ക് സംസാരിക്കരുതേ. ഹലോ, ആ അതെ, മൃഗ ഡോക്ടറാണ്. ആരാ വിളിക്കുന്നത്? കൈനോട്ടക്കാരൻ സുഗുണൻ. ആ പറഞ്ഞോളൂ സുഗുണ. തത്ത ചീട്ടെടുക്കുന്നില്ല അല്ലേ? ആ, ഒരു കാര്യം ചെയ്യേ, ഞാനിപ്പം സ്ഥലത്തില്ല. നിങ്ങൾ ആശുപത്രിക്കകത്തൊരു ബെഡ് ഉണ്ടോ, നീല ഇതൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത്, അതിലോട്ട് തത്തമ്മയെ കയറ്റി കിടത്തു. എന്നിട്ട് ആ ചുണ്ട് നേരെ നിൽക്കത്തക്ക രീതി വേണം തത്തമ്മയെ കിടത്താൻ. വേണ്ട, തല സൈഡിലോട്ട് പോകരുത്, ആ രീതിയിൽ നിൽക്കണം. ഇപ്പോഴേ ഓലയൊന്നും കൊടുക്കണ്ട, ഞാൻ വന്നിട്ട് ഞാൻ എന്തെങ്കിലും കൊടുത്തോളാം. ഓക്കെ ശരി എന്നാ. ഒരു കൈനോട്ടക്കാരൻ്റെ അവസ്ഥ. പെട്ടെന്ന് പണി തീർക്കണം, എനിക്ക് പെട്ടെന്ന് പോകണം. നിങ്ങൾ പണി തീർക്ക്. ആണേ, എനിക്കും പെട്ടെന്ന് വീട്ടിൽ പോകണം കേട്ടോ. നീ എന്തിനാ പെട്ടെന്ന് വീട്ടിൽ പോന്നേ? സംശയമാന്നേ. ആരെ? എനിക്ക് പെണ്ണുമ്പളെ സംശയം. നിനക്ക് സംശയം? എന്തൊരു സംശയം? എന്റെ പൊന്ന്, വീട്ടിൽ ആ കിടക്കുന്ന റൂം മൊത്തം മമ്മൂട്ടിയുടെ പടം കൂട്ടിച്ചു വെച്ചേക്കും. അതിനെന്തോ കുഴപ്പമെന്നോ? ഞങ്ങൾ രണ്ടോടെ കല്യാണ ഫോട്ടോ ഉണ്ട്. എന്റെ തല മാറ്റിയിട്ട് അവിടെ മമ്മൂട്ടിയുടെ തലയെടുത്ത് വെച്ചിരിക്കുക. മമ്മൂട്ടിയാണോ നിനക്ക് സംശയം? എനിക്ക് എന്തോ ഡൗട്ട് ഉണ്ട്. ഞാൻ നിനക്ക് വേറെ കാര്യം ചോദിക്കട്ടെ. നരസിംഹം സിനിമയ്ക്കകത്തെ ആരാ നായകൻ? മോഹൻലാൽ നായകൻ ആണേ. പിന്നെ നീ വാക്ക് മാറരുത്. ഇല്ല, എന്റെ അടുത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമെന്ന് ചോദിച്ചാൽ അവള്. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന്. എനിക്ക് എന്തോ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉണ്ണാൻ പോയി. ഉണ്ണാൻ ചെല്ലാൻ ചെന്നപ്പോ എന്തുവാ, നരസിംഹം സിനിമ ഓടുക ടിവിക്കകത്ത്. എനിക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു. കണ്ടോണ്ടിരുന്നപ്പം ലാസ്റ്റ് ആയപ്പം മമ്മൂട്ടി കയറി വരുന്നതിനകത്ത് അത് ഉടുപ്പിടാതെ ഇവള് വിളിച്ചു വരുത്തിയല്ലേ. ആണോ? ഇതുകൊണ്ട് ഏറി ഞാൻ കൊന്നേക്കട്ടെ നിന്നെ. എന്നെയോ? അപ്പൊ നീയും എന്റെ പെണ്ണുകൂടെ അല്ലേ? സമയം കളയാതെ. പെട്ടെന്ന് പണി തീർക്കുക. എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ള. നിങ്ങൾ പണി തീർക്കുന്ന പണിയാ. എന്തുവാണ് ഇത്? ഇതെന്തോ ഇളക്കിയോ? നീ അടുത്തിട്ട് ഓഹണ എങ്ങനെ കേൾക്കുമോ എന്തോ. നോക്കുവാന്ന്. ഇതിന്റെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. എയർ ചെക്ക് ചെയ്യാൻ കൊണ്ടൊന്നുമല്ല. നിങ്ങൾ എന്തിനാ ഈ ബോണറ്റൊക്കെ ഊരിട്ടേക്കുന്നത്? ഇതാരാ പെട്രോൾ ടാങ്കിന്റെ ഈ പൈപ്പ് ഊരി കളഞ്ഞേക്കുന്നത്? ഇവിടെ ഈ ബാറ്ററിയുടെ കണക്ഷൻ ആരാ ഊരി കളഞ്ഞേക്കുന്നത്? നീയല്ലേ കൈ വെക്കും. ഇവിടെ അത്രയ്ക്കുള്ള പണിയൊന്നും ഇല്ല. നിങ്ങൾ പണി തീർത്തതാ പെട്ടെന്ന്. എനിക്ക് പോകണ്ടേ? അത്രയ്ക്കുള്ള പണിയൊന്നും ഇല്ലെന്നോ? 8000 രൂപയുടെ പണിയുണ്ട്. ഇല്ലേടാ? 10,000 രൂപയുടെ പണിയുണ്ട്. 2000 രൂപ കയറ്റി വെച്ചില്ലേ? പണിയുണ്ട് 10,000 രൂപയുടെ. നിങ്ങൾ ആശാൻ എന്നോട് പറഞ്ഞ എന്തുവാന്നറിയാമോ? എന്തുവാ? 3000 രൂപയുടെ പണിയുള്ളെന്നോ? 3000 രൂപയുടെ? 3000 രൂപയുടെ പണിയുള്ളെന്നാ പറഞ്ഞത്. നോക്കേ, എന്റെ എത്ര രൂപ ഉണ്ട്? എന്റെ 10,500 രൂപ ഉണ്ട്. എല്ലാവരും ഉണ്ട് 1,500 രൂപ. നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. നീ പറ സാറേ. എത്ര രൂപ എന്നാ പറഞ്ഞേ? 3000 രൂപ. 3000 രൂപ. ഞങ്ങളൊരു 3000 രൂപ തരട്ടെ. അതെന്തിനാ?
എനിക്ക് തരുന്നു. വണ്ടി ഞങ്ങള് പണിഞ്ഞ് കുളമാക്കി വെച്ചേക്കും. വണ്ടി പണിഞ്ഞ് കുളമാക്കിയെന്നു? കുളമാക്കി. എടാ എനിക്ക് പോകണ്ടേ? ഞാനിനി എന്താ ചെയ്യിച്ചാല്? അപ്പുറത്ത് അറിയാതെ ഒരു വർഷം ശരിയാക്കി. എന്നിട്ട് വണ്ടി ശരിയാക്കാനോ? ആ എന്റെ ദൈവമേ,